ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു പാർക്കുണ്ട്. അത് കുളമാക്കൽ എന്ന് പറയുന്ന ഒരു വീടാണ്. അവിടെ ഒരു പാർക്കിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതുകൂടാതെ അവിടെ പക്ഷി സങ്കേതമുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോകാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന് പറയും. ഇതാണ് കുളമാക്കൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. ഒരു പഴയ വീടാണ്. പഴയ അറയും വരയും 4 കെട്ട് പോലത്തെ വീടൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു പഴയ വീടാണത്. കയറി വരുമ്പോഴേ കാണുന്ന അത് ആ വീടാണ്. ഈ വീടിൻ്റെ തെക്കേ സൈഡിൽ ആണ് ഇവരുടെ റൈഡൊക്കെ ഉള്ളത്. ഇങ്ങോട്ട് പോകണം. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടേ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കുട്ടികളുമായി ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഒട്ടകം നിൽപ്പുണ്ടേ. ഒട്ടകം നിൽക്കുന്നു. അതുകൂടാതെ ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ ഫ്രണ്ടിൽ തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. ഉണ്ടോ? ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ. ഞാൻ അപ്പുറം ചെന്നിട്ടേ നല്ലതുപോലെ കാണിച്ചു തരാം ഗ്ലാസ് ബ്രിഡ്ജ്. ഈ കാണുന്നതാണ് ഇതിന് സൈഡിൽ നിന്നുള്ള കാഴ്ച. കണ്ടോ? ഇതൊരു ഹട്ടാണ് കേട്ടോ. ഇതിന് സൈഡിൽ ചെറിയ പോണ്ടൊക്കെ ഉണ്ട്, ചെറിയ റൈഡും ഒക്കെ ഉണ്ട് അതിനകത്തൊക്കെ. ഇപ്പോൾ കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ വാഗമണ്ണിൽ, കന്യാകുമാരിയിലൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് വരുന്നത് 40 അടി ഹൈറ്റാണ്. 40 അടി ഹൈറ്റും നീളം വരുന്നത് 120 അടി നീളമാണ് വരുന്നത്. അപ്പോൾ അത്രയും നീളമുണ്ട് ഇതിന് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു സ്നാക്സ് കൗണ്ടർ, സ്നാക്സ് അല്ല, ഐസ്ക്രീമും പിന്നെ കൂൾ ഡ്രിങ്ക്സും കൊടുക്കുന്ന ഒരു ചെറിയ ഒരു സ്റ്റാളുണ്ട് ഇവിടെ. നമുക്കൊന്ന് റീഫ്രഷ് ആകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം. അപ്പോൾ അവർ ആഗ്രഹം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ദൂരേക്ക് പോകും. ഇപ്പോൾ ആലപ്പുഴ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ വാഗമണ്ണിൽ പോകും, ചിലപ്പോൾ കന്യാകുമാരിയിൽ പോകും. നമുക്കതൊന്നും വേണ്ട. ആലപ്പുഴക്കാർക്ക് സ്വന്തം നമ്മുടെ കലവൂർ തന്നെ ഇങ്ങനത്തെ ഒരു സംരംഭം ഉള്ളപ്പോൾ നമുക്ക് അവിടെ പോയി അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെയൊക്കെ നമുക്ക് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. കുളമാക്കൽ എന്ന് പേരുള്ള ലോറി കണ്ട ചെറിയ കുതിരകളെ കാണാൻ പറ്റും നമുക്ക്. കണ്ടോ? പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ഹട്ടുണ്ട്. ചെറുതല്ല, ഒരു ന്യായമായ വലിപ്പമുള്ളൊരു ഹട്ടാണ്. അവിടെ ഈ കുതിരവണ്ടിയുടെ ബാക്കിലുള്ള ആ വണ്ടിയുടെ ആ ഒരു വണ്ടി കിടപ്പുണ്ട് ഇവിടെ, കണക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടി. കണ്ടോ? ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയാണ് കുതിര കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഈ സവാരിക്കെല്ലാം പ്രത്യേകം ഫീസുകളുണ്ട്. ആ ഫീസുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം എത്ര എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ? ഒരു ഒട്ടകത്തെ കണ്ടോ? ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി നമുക്ക് സവാരി നടത്താൻ പറ്റും. ഒട്ടകത്തിൻ്റെ മുകളിലൊന്നും ആരും കയറി കാണത്തില്ലല്ലേ. ഇവിടെ വന്നാൽ നമുക്ക് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാം. ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ LKG UKG കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലുണ്ട്. പിന്നെ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഇതിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വളരെ രസകരമായ രീതിയിൽ ഇവിടെ വന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയെല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ കൊച്ചു കുട്ടികൾക്കുള്ള റൈഡുകളൊക്കെ. നമ്മുടെ കുട്ടികൾ ഇപ്പം സ്കൂളിൽ തന്നെ LKG UKG ഒരു 4ാം ക്ലാസ് വരെ കുട്ടികളെ നമ്മൾ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാറുണ്ട്, ഒരു 1 ഡേ ട്രിപ്പ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചില ഓപ്ഷനുകളൊക്കെയാണിത്. കാര്യം ഇത്രയും നല്ല റൈഡുകളൊക്കെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ്, ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൈഡുകളുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴയിൽ ഇങ്ങനെ ഇത്രയും അടുത്ത് ഒരു സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ ദൂരെ പോകേണ്ട ആവശ്യമില്ല.
കൊച്ചു കുട്ടികൾക്കായിട്ട് വൺ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് എല്ലാ റൈഡുകളും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കുളമാക്കിലുള്ളത്. ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ റൈഡുകളെല്ലാം തന്നെ വരുന്നത്. ഈ സ്ഥലത്ത് നമുക്ക് ട്രെയിനിന് വരാൻ പറ്റും. കാര്യം ട്രെയിൻ ഒരു നല്ല ഓപ്ഷനാണ്. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതായത് എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനില്ലേ, സാധാ ട്രെയിൻ, അത് ആ ട്രെയിന് കലവൂർ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ മാത്രം അതിന് വന്നാൽ കലവൂർ ഇറങ്ങാം. ഈ കലവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയെന്നാൽ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ലെപ്രസി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്നും ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ നടന്നു പോകാൻ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അത്രയും അടുത്താണ്. അങ്ങനെ നമുക്ക് ട്രെയിനിന് വരാൻ പറ്റും. പിന്നെ നമുക്ക് കലവൂർ നിന്നിട്ട് നമുക്ക് ബസ്സിന് വരാൻ പറ്റും. നമ്മുടെ സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളിലെല്ലാം നമുക്ക് വരാൻ പറ്റും. ഇപ്പോൾ ഈ സമയം ഞാൻ വന്ന സമയം ഏകദേശം ഒരു 5 മണി സമയമായേ. ഇപ്പോൾ വെയിൽ തീരെ കുറഞ്ഞ് ചൂട് കുറവുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല രസമാണ് ഇവിടെ വരുവാനും ഇവിടുത്തെ വീഡിയോ എടുക്കാനും ഇവിടെ ഒന്ന് ആസ്വദിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ഇതിനടുത്ത് കുറച്ചും കൂടി മാറിയാൽ മതി. മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് അറിയാം ഈ സ്ഥലത്തെക്കുറിച്ച്. പക്ഷേ ഇവിടെ കുറേ നാളുകൊണ്ട് വരണം എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നെനിക്ക് വരാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങ് പോകുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇവിടുത്തെ ഒരു പക്ഷി സങ്കേതമുണ്ട്, അങ്ങോട്ട് പോവാം. ഈ കുളമാക്കിലെ ഈ നമ്മുടെ പാർക്കിൻ്റെ അകത്ത് തന്നെ ഒരു പക്ഷി സങ്കേതം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറിപ്പോവാം. ഇതിലാണ് പോകുന്നത്. നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. ആഹാ, കൊള്ളാമല്ലോ. ഇതിനകത്തൊക്കെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. അത് കണ്ടോ, കണ്ടോ, ധാരാളം പക്ഷികളെല്ലാം ഇതിൽ നിൽപ്പുണ്ട്. ഇതിൻ്റെ തൂതയും അങ്ങനെ എല്ലാം തന്നെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത് കൂടാതെ ചെറിയ ചെറിയ പക്ഷികൾ വേറെ ഉണ്ട്. കണ്ടോ, ഞാൻ വന്നോണ്ട് പക്ഷിയെല്ലാം കരയുക. അതെന്തോ പിടിക്കാൻ വന്നാണെന്ന് ഓർത്തേ. പല കടൽ ഹത്തുകളുണ്ട്. കണ്ടോ, ഇവിടുത്തെ റൈഡെല്ലാം ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ഫീസുകളുണ്ട്. അപ്പം ഞാൻ ആ ഫീസ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ആദ്യമായിട്ട് കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതാണ്. പെർ ഹെഡിനാണ് 200 രൂപ. അതായത് പിന്നെ റോപ്പ് സൈക്ലിംഗ് ആണ്, അത് 400 രൂപയാണ്. അടുത്ത സിപ്പ് ലൈൻ, അത് 400 രൂപ. ഫിഷ് സ്പാ 150 രൂപ. പിന്നെ ക്യാമൽ റൈഡ് 300 രൂപ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ താഴത്ത് കാണിക്കുന്നത് കുതിരസവാരി 300, ബേർഡ് ഫീഡിംഗ് വിത്ത് സെൽഫി 150 രൂപ. പിന്നെ ബേർഡ് വാച്ചിങ് 50 രൂപ. പെഡൽ ബോട്ടിംഗ് 150 രൂപ. അതായത് ഈ സ്പോട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള റൈഡ് സെലക്ട് ചെയ്യാം. നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് നല്ല റൈഡ് നോക്കി നമുക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ കുളമാക്കൽ എന്ന് പറയുന്നത് ഒരു വീട്ടുപേരാണ്. ഇതൊരു തറവാടാണ്. ഏകദേശം ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തറവാട്. ഇതേ കാണുന്നതൊരു പോണ്ടാണ്. ഇതിൻ്റെ മുകളിലാണ് സിപ്പ് ലൈനും റോപ്പ് സൈക്ലിങ്ങും ഒക്കെ വരുന്നത്. ആ പോണ്ടിൽ തന്നെയാണ് പെഡൽ ബോട്ടിംഗ് സൗകര്യവും ഉള്ളത്. കുളമാക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.